കൊട്ടാരവും അധികാരവും ഒക്കെ ഇട്ടെറിഞ്ഞ് ഗൗതമൻ യാത്രയാകുമ്പോൾ മനസ്സിൽ നിറയെ ചോദ്യങ്ങളായിരുന്നു. ജീവിതത്തിൻ്റെ സത്യം തേടിയുള്ള യാത്രയായിരുന്നു ബുദ്ധൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന ഗൗതമൻ്റെ. അദ്ദേഹം പല വാതിലുകളും മുട്ടി നോക്കി ജീവിതത്തിൻ്റെ സത്യം നേടി, പലരെയും കണ്ടു നോക്കി ജീവിതത്തിൻ്റെ സത്യം തേടി. എന്നാൽ അവരിലൊക്കെ നിരാശയായിരുന്നു ബുദ്ധന് ഫലം. കാരണം ബുദ്ധൻ അറിഞ്ഞതിൽ കൂടുതലായി അവരാരും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ബുദ്ധന് തോന്നി, താൻ ജീവിതത്തിൽ ത്യജിച്ചതൊന്നും പോരാ, ഇനിയും ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിക്കണമെന്ന് തോന്നി. അങ്ങനെ ബുദ്ധൻ ബാക്കിയുള്ളതെല്ലാം ഇട്ടെറിഞ്ഞതുകൊണ്ട് കാട്ടിൽ അലയാൻ ആരംഭിച്ചു. കാടാണ് സത്യം പറഞ്ഞു തരിക, ജീവിതത്തിൻ്റെ സത്യം പറഞ്ഞു തരിക എന്ന് ബുദ്ധന് തോന്നി. അങ്ങനെ കാട്ടിൽ നിലത്ത് വീണ് കിടക്കുന്ന കായ്ക്കനികളും അരുവികളിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ബുദ്ധൻ യാത്ര തുടങ്ങി. നിലയ്ക്കാത്ത യാത്രയായിരുന്നു ബുദ്ധൻ്റെ. ഏറെ കാലം കഴിയുന്തോറും ബുദ്ധൻ്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. വയറൊട്ടി നട്ടലിനോട് ചേരുന്ന സ്ഥിതിയായി. വാരിയെല്ലുകളെല്ലാം ഉന്തി നിന്നു. ഏറെ വൈകാതെ ഒരു ഇടവഴിയിൽ ബുദ്ധൻ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തളർന്നു വീണു. ആ വഴി വന്ന 13കാരിയായ സുജാത എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പിന്നീട് തൻ്റെ കയ്യിലുള്ള പാൽക്കഞ്ഞി ബുദ്ധന് കൊടുത്ത് ബുദ്ധനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ എല്ലാം ത്യജിച്ച് ജീവിച്ച, അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചു നോക്കിയ ബുദ്ധന് അതിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധനും അതിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ബുദ്ധന് മനസ്സിലായി, ഇതൊന്നുമല്ല, ഇതിൻ്റെ മധ്യയായി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിക്കുക എന്നുള്ളത് മനസ്സിലായി. യാചകനായും രാജാവായുമല്ല, അതിനു മധ്യയാണ് താൻ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ബുദ്ധന് മനസ്സിലായി. അങ്ങനെ ബുദ്ധൻ പുതിയ ഒരു വഴി ലോകത്തിനു മുമ്പ് സമർപ്പിച്ചു. ആ വഴിയുടെ പേരാണ് മധ്യമാർഗം എന്ന് പറയുന്ന വഴി. എന്താണ് മധ്യമാർഗം എന്ന് ചോദിച്ചാൽ, എല്ലാ വസ്തുക്കളും ഒരളവിൽ കൂടുതലായാൽ വളരെ അപകടമാണ് എന്നുള്ള ബോധോദയമാണ് മധ്യമാർഗം എന്ന് പറയുന്ന വഴി. വെള്ളത്തിൻ്റെ കാര്യമെടുക്കുക, നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കഥകളായും കവിതകളായും കരഞ്ഞു വിലപിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ പിന്നീട് ഒരു കാലത്ത് പുഴയിൽ വെള്ളമുണ്ടാവുകയും പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകി നമ്മളുടെ വീടിൻ്റെ അകത്തളങ്ങളിലെത്തിയ പ്രളയമായി മാറിയപ്പോഴാണ് വെള്ളം അധികമുണ്ടായുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. എന്തും അധികവും എന്തും ഏറ്റവും കുറവുമാകരുത്, എപ്പോഴും മധ്യയുള്ള മാർഗത്തിൽ നിലനിൽക്കണമെന്നാണ് ബുദ്ധന് മനസ്സിലായത്. ബുദ്ധൻ ആ മധ്യയുള്ള മാർഗത്തെക്കുറിച്ചാണ് ജീവിതം കൊണ്ട് ഈ ലോകത്തോട് വർത്തമാനം പറഞ്ഞത്. മധ്യമാർഗമാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തുഷ്ടമായ വഴി തരുക എന്നുള്ളത് ബുദ്ധൻ പറഞ്ഞു വെച്ചു. എല്ലാ മാർഗങ്ങളിലും നമ്മൾ മധ്യമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുമെന്നാണ് ബുദ്ധൻ്റെ ഏറ്റവും വലിയ തത്വങ്ങളിലൊന്നും, ബുദ്ധൻ ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും വലിയ വഴികളൊന്നും. അളവിൽ കൂടുതലും അളവിൽ ഏറ്റവും കുറവുമായാൽ എല്ലാം രസമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ചെന്നെത്തിക്കുക എന്നത് ബുദ്ധൻ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഗൗതമൻ ബുദ്ധനാകുന്നത്.